നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. പന്തീരങ്കാവ് കേസിൽ വെളിപ്പെടുത്തലുമായി യുവതിയുടെ അച്ഛൻ രംഗത്ത്. സൈക്കോപാത്തിന്റെ കൂടെ ഇനി തന്റെ മകൾ ജീവിക്കില്ലെന്ന് അച്ഛൻ. ആംബുലൻസ് സ്ട്രക്ചറിൽ ബെൽറ്റ് ഇട്ട് കിടന്നിരുന്ന തന്റെ മകളെയാണ് അയാൾ മർദ്ദിച്ചത്. അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കൂടാതെ അവൻ മദ്യലഹരിയിലുമായിരുന്നു. അവൻ ഒരു സ്ഥിരം മദ്യപാനി മാത്രമല്ല, ഫ്രോഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി തന്റെ മകൾ അയാളോടൊപ്പം ജീവിക്കില്ല എന്ന് പറഞ്ഞത്. നമ്മളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. മുൻപ് കുറെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് അയാൾ തന്റെ മകളെ കയ്യിലെടുക്കുകയും കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തത്. വളരെയധികം പീഡനങ്ങൾ സഹിച്ചാണ് തന്റെ മകൾ അവനോടൊപ്പം ജീവിച്ചത്. ശാരീരികമായി മാത്രമല്ല, മാനസികമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇനി ഈ കേസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അവനോടൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ കഴിയില്ലെന്ന് മകൾ തീർത്തു പറഞ്ഞിട്ടുണ്ടെന്നും യുവതിയുടെ അച്ഛൻ വ്യക്തമാക്കി. പരാതിയുമായി ബന്ധപ്പെട്ട് ഭർത്താവ് രാഹുൽ പി ഗോപാലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ആക്കിയിട്ടുണ്ട്. നരഹത്യാശ്രമം, ഭർതൃപീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയത്. വരുന്ന 29-ന് കേസ് വീണ്ടും പരിഗണിക്കും. യുവതിയെ ആശുപത്രിയിലാക്കി അവിടെ നിന്ന് മുങ്ങിയ രാഹുലിനെ പുലർച്ചെയോടെ പാലാഴി ഭാഗത്ത് വെച്ചാണ് പന്തീരാങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. പിന്നീടാണ് യുവതിയുടെ ഗാർഹിക പീഡന പരാതി ലഭിക്കുന്നത്. കറിയുണ്ടാക്കിയതിൽ കുറ്റം പറഞ്ഞാണ് ഇയാൾ യുവതിയെ മർദ്ദിച്ചത്. 2 തവണയാണ് മർദ്ദിച്ചത്. കൂടാതെ അമ്മയുമായി ഫോൺ ചെയ്തതിനും മർദ്ദനം ഉണ്ടായിരുന്നു. തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയും ഇയാൾ മർദ്ദിച്ചിരുന്നു. ആശുപത്രിയിൽ കൊണ്ടാക്കി അമ്മയെ കൂടെ നിർത്തിയ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം പരാതിയില്ലെന്ന് പറഞ്ഞ യുവതി പിന്നീട് മാതാപിതാക്കളോടൊന്നിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ഇതിനു മുൻപത്തെ കേസിൽ പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടത്. തുടർന്ന് ഇരുവരും കോഴിക്കോട്ടെ പന്തീരങ്കാവിലുള്ള രാഹുലിന്റെ വീട്ടിൽ താമസം തുടങ്ങുകയായിരുന്നു. അവിടെ വെച്ചാണ് വീണ്ടും പീഡനം ആരംഭിച്ചത്. 2 മാസം മുൻപാണ് ഏറെ വിവാദമായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കുന്നത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 1ാം പ്രതിയും ഭർത്താവുമായ രാഹുൽ പി ഗോപാലും ഭാര്യയും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. എറണാകുളം നോർത്ത് പറമ്പൂർ സ്വദേശിയായ യുവതിയെ മാസങ്ങൾക്ക് മുൻപാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട നിലയിൽ വീട്ടുകാർ കാണുന്നത്. തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായ രാഹുലിനെതിരെ വീട്ടുകാർ പരാതി നൽകുന്നത്. ഗാർഹിക പീഡനവും സ്ത്രീ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. പിന്നീട് വധശ്രമ കേസും ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു. അന്ന് ഇയാൾ രക്ഷപ്പെട്ട് ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് യുവതി ഭർത്താവ് തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് കേസ് നൽകിയതെന്നും പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഇതിനെ തുടർന്നാണ് കോടതി കേസ് റദ്ദാക്കുന്നത്.